അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇവിടെ മുഴുവൻ ആളുകൾ ഈ നാട്ടിൽ ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാകും എന്ന സംശയമാണ്. അത്രമാത്രം ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കണ്ണാടിക്കലിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് അർജുൻ്റെ മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് എത്തുക. ഈ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നത് അർജുന് അവസാനമായി അർജുനൊരു ആദരം നൽകാൻ, ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആളുകൾ തടിച്ചുകൂടി ഇരിക്കുന്നത്. അർജുനെ കാണാൻ അവൻ്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക്, അവൻ്റെ മണ്ണിലേക്ക് അവസാനമായി അവൻ എത്തുമ്പോൾ അവനെ ഒരു നോക്ക് കാണാൻ മനസ്സുകൊണ്ടെങ്കിലും ഒരു ബഹുമാനം, ഒരു ആദരം, ഒരു ആദരാഞ്ജലി അർജുന് നൽകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ആളുകൾ എത്തിയിരിക്കുന്നത്. ഈ നാട് മുഴുവൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോലും സാധിക്കാത്ത അത്ര തിരക്ക് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം ആളുകളാണ് ഇവിടെ എത്തിയത്. ഈ നാട് ഇന്ന് പുലർച്ചെ മുതൽ, അതാണ് ഏറ്റവും ശ്രദ്ധേയം, ഇന്ന് പുലർച്ചെ മുതൽ 4 മണിയോടുകൂടി ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും മുദ്രാവാക്യ വിളികളോടുകൂടിയാണ് ഒരാദരം. DYFI പ്രവർത്തകരാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർ അർജുന ആദരം അർപ്പിക്കുന്നുണ്ട്. മുദ്രാവാക്യ വിളികളോട് തൻ്റെ പ്രിയപ്പെട്ട സഖാവിനെ തന്നെ അവർ വിളിക്കുകയാണ്. അവർ നാട്ടിലേക്ക്, അവൻ്റെ നാട്ടിലേക്ക് അവനെ സ്വീകരിക്കുകയാണ്. അവർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അർജുനൊരു DYFI സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു. പ്രവർത്തകരാണെന്നാണ് ഞാൻ കരുതുന്നത്. അവരെ മുദ്രാവാക്യ വിളികളോടുകൂടി അർജുനെ അവൻ്റെ നാട്ടിലേക്ക്, അവൻ്റെ ജന്മനാട്ടിലേക്ക്, അവൻ്റെ മണ്ണിലേക്ക് അവനെ ക്ഷണിക്കുകയാണ്, അവനെ സ്വീകരിക്കുകയാണ്. അവനെ ബഹുമാനപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു വലിയ ജനസമൂഹം ഒറ്റക്കെട്ടായി ഒരുമിച്ച് അർജുനുമായി പോവുകയാണ്. കണ്ണാടിക്കിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക്, അർജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയക്രമീകരണങ്ങൾ അതുപോലെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത്രമാത്രം തിരക്കുണ്ട്. ഈ നാട് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. വഴിയരികിൽ മുഴുവൻ ആളുകളുണ്ട്. കടകൾക്ക് മുകളിൽ ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. ഓരോ സ്ഥലത്തും ആളുകളുണ്ട്. അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഒരു നോക്ക് കാണാൻ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ആളുകളെല്ലാവരും കൂടി, ജനസഞ്ചയം മുഴുവൻ ഒന്നായി അർജുൻ്റെ വീട്ടിലേക്ക് വിലാപയാത്രയായി പോകും. ഇതിൽ അർജുൻ്റെ സുഹൃത്തുക്കളുണ്ട്, അർജുൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഈ നാട് മുഴുവൻ ഉണ്ട് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അത്രമാത്രം ജനങ്ങളാണ് ഇവിടെ എത്തിയത്. ഇന്നലെ വൈകിട്ട് അർജുൻ ശിരൂരിൽ നിന്ന് പുറപ്പെട്ടു. അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ശിരൂരിൽ നിന്ന് പുറപ്പെട്ടു എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ആളുകൾ കാത്തിരിക്കുകയാണ്. നമ്മളോട് പോലും ഓരോ സമയത്തും ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകൾ നമ്മളെടുത്ത് വന്നിട്ട് അർജുൻ്റെ മൃതദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു, എപ്പോൾ ഇവിടെ എത്തും, ഇത് മാത്രം അറിഞ്ഞാൽ മതി ആളുകൾക്ക് എന്ന് തോന്നിപ്പോകും. കാരണം ജോലിക്ക് പോലും പോവാതെ ഇന്നത്തെ ദിവസം ഈ ആളുകൾ മൊത്തം ഈ നാട്ടിൽ അർജുനെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാം. എല്ലാവരും, ഒരാൾ പോലും ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നുണ്ടാവില്ല. കാരണം അത്രമാത്രം ഈ ആളുകൾ മുഴുവൻ ഇവിടെ ഇന്ന് നിൽക്കുന്നൊരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അത്രമാത്രം ഈ ജനങ്ങൾ മുഴുവൻ, നാട് മുഴുവൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും വലിയ നിരവധി ആളുകൾ അർജുൻ്റെ ആംബുലൻസിന് ചുറ്റുമുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോലും സാധിക്കാത്ത അത്ര തിരക്കാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വിലാപയാത്രയായി ഇവിടെ നിന്ന് അർജുൻ്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിക്കും. അർജുന അവസാനമായി അവൻ്റെ ജന്മനാട്ടിൽ, അവൻ്റെ മണ്ണിൽ അവൻ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നതിന് മുൻപ് ആളുകൾ അവനെ ഒരു നോക്ക് കാണാനായി, അർജുൻ ഉറങ്ങുന്നതിന് മുൻപ് അർജുനെ അവൻ്റെ നാട്ടിലേക്ക് 2 മാസങ്ങൾക്ക് ശേഷം സ്വീകരിക്കാനായി, ആദരിക്കാനായി, ബഹുമാനിക്കാനായി എത്തിയ ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. മുദ്രാവാക്യം വിളികളോടുകൂടി അവനെ സ്വീകരിച്ച് അവൻ്റെ പ്രവർത്തകരെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാ അവൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, അവൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട്. ഏതായാലും സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം മണ്ണിലേക്ക് അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം, 72 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ എത്തുകയാണ്. ഇപ്പോൾ 72 ദിവസത്തെ കാത്തിരിപ്പാണ് ഈ കണ്ണാടിക്കലിലെ നാട്ടുകാരുടെ. പക്ഷെ അർജുൻ മടങ്ങി വരണമെന്ന് അവർ വിചാരിച്ചത് ഈ രീതിയിലായിരുന്നില്ല.
പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം. അതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും ഈ ഘട്ടത്തിൽ? എത്ര നേരം തുടരും ഭവ്യ ഇവിടെ പൊതുദർശനം? അത് പൊതുദർശനമായി ഒരുക്കിയിട്ടുണ്ടോ അതോ അല്പസമയം അവിടെ ആംബുലൻസ് നിർത്തിയിടുക മാത്രമാണോ? പൊതുദർശനമായൊന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇവിടെ നിന്ന് അല്പസമയത്തിനകം വിലാപയാത്രയായി അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള വാഹനം പുറത്തേക്ക് പോകും. അതായത് അർജുൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. അത്രമാത്രം തിരക്കുണ്ട്. ആ തിരക്കിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ, ഒന്ന് പുറത്തിറങ്ങാൻ സാധിച്ചാൽ നമുക്ക് അർജുൻ്റെ വിലാപയാത്രയെ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം തിരക്കുണ്ട്. വലിയ തിരക്കിലാണ്. അതെ ഭവ്യ, ഈ കാണുന്ന ജനസഞ്ചയം ഒന്നാകെ കാൽനടയായി അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് അർജുൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കും കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്ന്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഭവ്യയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ഇപ്പോൾ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസും വാഹനവ്യൂഹവും. അവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വലിയ ആൾക്കൂട്ടം, വലിയ ജനസഞ്ചയം. കഴിഞ്ഞ 72 ദിവസമായി അർജുനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഇവർ. പക്ഷേ അർജുൻ മടങ്ങിയെത്തണമെന്ന് ആഗ്രഹിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കണ്ണാടിക്കൽ ജംഗ്ഷനിലെ ഇപ്പോഴത്തെ ആകാശ ദൃശ്യമാണ്. ഡ്രോൺ വഴി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം ആ ജംഗ്ഷനിലും ആ ജംഗ്ഷനിൽ നിന്ന് ഉള്ള മറ്റ് വഴികളിലും ഇടവഴികളിലും എല്ലാം എത്രത്തോളം ആളുകൾ ആ അവിടെയുള്ള വീടുകളുടെ പരിസരത്ത്, കടകളുടെ മുകളിലൊക്കെ ആളുകൾ ഇത്തരത്തിൽ തിങ്ങിക്കൂടി നിൽക്കുകയാണ് അർജുനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി. പക്ഷേ അവിടെ ഒരു പൊതുദർശനം പോലെ സജ്ജീകരിക്കാനുള്ള നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ആംബുലൻസിനുള്ളിൽ തന്നെ അർജുനെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. വീട്ടിലെത്തിയാൽ മാത്രമേ അർജുനെ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയുള്ളൂ. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം 1 മണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ആ 1 മണിക്കൂർ മതിയാകില്ല. അത്രത്തോളം ജനങ്ങൾ അർജുനെ അവസാനമായി കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, നേരത്തെയൊക്കെ നമ്മൾ കണ്ടു, കോട്ടയത്ത് നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള ആളുകൾ അർജുനെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അർജുനെ ഈ വാർത്തകളിലൂടെ അറിഞ്ഞ് അവരുടെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ, അവരൊക്കെ എത്തിയിരിക്കുകയാണ് അർജുനെ യാത്ര അയക്കുവാൻ വേണ്ടി. കണ്ണീർ പൂക്കളുമായി അവർ കാത്തു നിൽക്കുകയായിരുന്നു മണിക്കൂറുകളായി ഈ റോഡരികിൽ. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ മടങ്ങിയെത്തിയിരിക്കുകയാണ് ചേതനയേറ്റ്. ഇനിയിപ്പോൾ ഈ വാഹനവ്യൂഹം, ഈ ആംബുലൻസ് കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്ന് പതിയെ അർജുൻ്റെ വീട്ടിലേക്ക് നീങ്ങും. അതിനോടൊപ്പം വിലാപയാത്രയായി ഈ നാട്ടുകാരും ഈ ജനങ്ങളും ആ ആംബുലൻസിനോടൊപ്പം ചേർന്നുകൊണ്ട് അർജുൻ്റെ വീട്ടിലേക്ക് നടന്ന് അനുഗമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇതിനോടകം തന്നെ വീട്ടിലേക്ക് ഒരു വലിയ കൂട്ടം എത്തിച്ചേർന്നിരിക്കുകയാണ്. അർജുൻ്റെ ചെറിയ വീട്ടുമുറ്റത്തിനും ചെറിയ ഇടവഴിക്കും ഒക്കെ താങ്ങാവുന്നതിനപ്പുറമുള്ള വലിയ കൂട്ടമാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ SP സൂചിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ അർജുന അന്ത്യയാത്രയ്ക്ക് ഉള്ള എല്ലാവിധ ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യയാത്രയ്ക്കായി ഒരുങ്ങുന്ന അർജുന് അർഹിക്കുന്ന എല്ലാ ബഹുമതികളും നൽകിക്കൊണ്ട് അർജുനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ